തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊട്ടേഷൻ കൊടുത്തത് പ്രവാസി വ്യവസായിയായ റാഫേൽ. സിനിമാ വിതരണക്കാരനും തിയേറ്റർ ഉടമയുമായ റാഫേലുമായി സിനിമ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും രാഗം സുനിൽ. റാഫേലിന് ഞങ്ങൾ ദുബായിൽ കുറച്ച് സിനിമകൾ കളിക്കാൻ കൊടുത്തതിൻ്റെ കണക്കുകൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ നിൽപ്പുണ്ട്. അതായത് അദ്ദേഹം കുറേ പണം അവിടെ കളിച്ചതിൻ്റെ തരാനുണ്ട്. അപ്പോൾ ആ തർക്കങ്ങൾ കണക്ക് നോക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും ആൾ വിളിക്കുമ്പോൾ വരില്ല. പല ആളുകളോടും പല റോങ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെ കൺഫ്യൂഷൻ വന്നപ്പോൾ ഞാൻ ആളെ വിളിച്ചിട്ട് ലീഗലി ഞങ്ങൾ മൂവ് ചെയ്യാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൊട്ടേഷൻ തുടങ്ങിയിട്ടുള്ളത്. ഈ സിജുവായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല. കൊട്ടേഷൻ കൊടുത്തത് സിജു ആണെന്നുള്ള രീതികൾ വരുമ്പോൾ നമുക്കത് എന്തിനാണ് സിജോ കൊട്ടേഷൻ കൊടുത്തത്, ആർക്ക് വേണ്ടിയാണ് കൊടുത്തത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് എന്താണ് ഉത്തരം? MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, ഇതിപ്പോൾ സുനിലാണ് പറയുന്നത് കൊട്ടേഷൻ നൽകിയതാണ്, ഇയാളുടെ പേര്, വ്യവസായിയുടെ പേര് ഉൾപ്പെടെ പറയുന്നത്. ഇയാളുടെ ആരോപണത്തിനപ്പുറത്തേക്ക് ഇതിനെ സാധൂകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? എന്തിനാ ഇങ്ങനൊരു കൊട്ടേഷൻ രാഗം സുനിലിനെതിരെ ഇയാൾ നൽകിയെന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. സുനിൽ, രാഗം സുനിലിന്റെ ആരോപണങ്ങളാണ് ഇത്. രാഗം സുനിൽ തന്നെ പറയുന്നത് റാഫേൽ എന്ന് പറയുന്ന വ്യക്തിയുമായി നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കങ്ങൾ, ആ സാമ്പത്തിക തർക്കങ്ങളിൽ ഒരുപാട് പണം തനിക്ക് ഈ വ്യക്തി തരാനുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരികെ ചോദിക്കുകയും അതിനോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ, ഈ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി കേസുകൾ നൽകുകയും ചെയ്തു. ഇതിലുള്ള വൈരാഗ്യമായിരിക്കാം ഈ കൊട്ടേഷൻ നൽകിയത് എന്നുള്ളതാണ് ഈ രാഗം സുനിൽ പറയുന്നത്. കാരണം സിജു എന്ന് പറയുന്ന വ്യക്തിയാണ്, ഈ ഒല്ലൂർ സ്വദേശിയാണ്. ഇതിൽ പ്രധാനമായും പിടിക്കപ്പെട്ടിരിക്കുന്ന പ്രതികളിൽ ഒരാൾ. 4 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ, അതായത് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനിയാണ് ഈ ഒല്ലൂർ സ്വദേശിയായ ക്രിസ്റ്റഫർ നഗർ സ്വദേശിയായ സിജു എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ഈ റാഫേലിലേക്ക് പോലീസിന്റെ അന്വേഷണം ഇതുവരേക്കും എത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള തെളിവുകളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ ആക്രമിക്കപ്പെട്ട രാഗം സുനിൽ ഇപ്പോഴും ഈ ആരോപണങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലേക്ക്, ആ തലത്തിലേക്ക് കൂടി അന്വേഷണം തുടരേണ്ടതുണ്ട് എന്നുള്ള ഒരു ആവശ്യമാണ് രാഗം സുനിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഗം സുനിലിന്റെ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ പ്രവാസി വ്യവസായിയായിട്ടുള്ള റാഫേൽ എന്നഗ്രാമിനെതിരെ ഉണ്ടാകുന്നത്.